നിർമ്മാണം സ്തംഭിച്ച കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ ശിലാഫലകത്തിൽ റീത്ത് വെച്ച് CITUവിന്റെ പ്രതിഷേധം. കോച്ച് ഫാക്ടറിയുടെ ശിലാസ്ഥാപനം നടത്തിയ പാലക്കാട് കോട്ടമൈതാനത്തിന് സമീപമാണ് ശിലാസ്ഥാപനത്തിന്റെ 12ാം വാർഷികത്തിൽ CITU പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വഞ്ചനയ്ക്കെതിരെ സംഘടിപ്പിച്ച സമരം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. VS സർക്കാരിന്റെ കാലത്താണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി 239 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറുന്നത്. എന്നാൽ ശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 2012-ൽ ശിലാഫലകം സ്ഥാപിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് പദ്ധതി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല. ഈ സാഹചര്യത്തിലാണ് കോച്ച് ഫാക്ടറിയുടെ പ്രതീകാത്മക ശിലാഫലകത്തിൽ CITU റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. CITU പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാക്ടറിക്ക് കല്ലിട്ട കോട്ടമൈതാനത്ത് സംഘടിപ്പിച്ച പ്രതിഷേധം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെയുള്ള ഈ കല്ലിടലാണ് അവിടെ ഉപയോഗപ്പെടുത്തിയത്. കാരണം കല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ കോച്ച് ഫാക്ടറി വരുമല്ലോ, ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതുമാണ്. കഞ്ചിക്കോട് കല്ലിട്ടാൽ മതി, പക്ഷെ ഇവിടെ കല്ലിടുന്നതിന് ചില പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ ഇവിടെ നിന്ന് വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് പോയ കോൺഗ്രസ് MPമാർക്ക് സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്താൻ കഴിഞ്ഞില്ലെന്നും പകരം സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുന്ന കേരളിനെ തകർക്കാൻ പാലക്കാടിന്റെയും ആലത്തൂരിന്റെയും MPമാർ അവിടെ പോയി കരിങ്കൊടി പിടിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 18 MPമാർ ശ്രീകണ്ഠനടക്കം UDFിനുണ്ടല്ലോ. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു പ്ലേ കാർഡ് പിടിച്ച് ഒരു കരിങ്കൊടി പിടിച്ച് ഈ കേരളത്തിലെ UDFിൻ്റെ 18 MPമാരും അവരോടൊപ്പം സഹകരിക്കാൻ പറ്റുന്ന 2 LDF MPമാരും ചേർന്നാൽ 20 MPമാർ വിചാരിച്ചാൽ ലോകസഭ സ്തംഭിപ്പിക്കാൻ പറ്റും. കേരളത്തോട് കാട്ടിയിട്ടുള്ള ഈ വഞ്ചന അവസാനിപ്പിക്കാൻ പറ്റും. യോഗത്തിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SB രാജു, V സരള, ജില്ലാ സെക്രട്ടറി M ഹംസ, CPIM ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.